ഹലോ ഗായ്സ്, ഇന്നൊരു ഹാപ്പി ഡേ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വാവ ജനിച്ചിട്ട് ഇന്നത്തേക്ക് 28 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് 28 ചടങ്ങാണ് കുട്ടിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അരി നിറച്ച് വെച്ചിട്ടുണ്ട്, ദക്ഷിണ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് അരിയൊക്കെ ഇട്ടിട്ട് അതിൽ ഞാൻ കരിവളയും പിന്നെ കെട്ടാനുള്ള ചരടും, അതായത് പഞ്ചലോഹത്തിൻ്റെ ചരട് നമ്മൾ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ കെട്ടുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ സ്വർണ്ണത്തിൻ്റെ തുടലുണ്ടായിരുന്നു, അത് രാമൻകുട്ടന് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. അവൻ ഉപയോഗിച്ചിരുന്ന ആ തുടൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് കേട്ടോ വാവക്ക് കെട്ടുന്നത്. നമ്മളത് മാറ്റാനൊന്നും നിന്നില്ല, ജസ്റ്റ് അതൊന്ന് കഴുകിച്ചെടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത്. പിന്നെ അവിടെ ഇരിക്കുന്ന വളയുണ്ടല്ലോ, കുട്ടിവളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാമൻകുട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അവൻ ഇട്ട് കൊടുത്തിരുന്നത് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഞാൻ അജുക്കുട്ടൻ ജനിച്ചപ്പോൾ ഇട്ട് കൊടുത്തത്. ആ വള സൂക്ഷിച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വാവക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വള ഞാൻ വീണ്ടും സൂക്ഷിച്ച് വെക്കും. എനിക്ക് ആ വള നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞിന് ഇട്ട് കൊടുത്തതൊരു എന്താ പറയുക, അതൊരു ഫീലിംഗ് ആണല്ലോ. പിന്നെ നമ്മൾ ആദ്യം ചരട് കെട്ടി അതിന് ശേഷമാണ് നമ്മൾ പേര് വിളിക്കുന്നത് കേട്ടോ. പിന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടുത്തിരിക്കുന്ന സെറ്റും കൊണ്ടാണ് കേട്ടോ. ഇതെൻ്റെ കല്യാണ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ രാമൻകുട്ടൻ ജനിച്ചപ്പോൾ അവൻ്റെ 28-നും ഞാൻ ഈ ഒരു സെറ്റും കൊണ്ട് തന്നെയാണ് ഉടുത്തിരുന്നത്. അജുക്കുട്ടൻ്റെ 28-നും ഈ ഒരു സെറ്റും കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ദൈവം അവിടെയും അത് തന്നെയാണ് കേട്ടോ. ബ്ലൗസിന് മാത്രമേ ചേഞ്ചസ് വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം ചരടൊക്കെ കെട്ടിക്കഴിഞ്ഞ് ആ കരിവളയൊക്കെ ചേട്ടന്മാരെ രണ്ടുപേരെയും കൊണ്ട് കുഞ്ഞുവാവയുടെ കയ്യിൽ ഇടിയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇതിന് ശേഷമാണ് നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പോൾ പേരാദ്യം അച്ഛൻ വിളിച്ചു, അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ കുട്ടികളെ ചേട്ടന്മാരെ രണ്ടുപേരെയും കൊണ്ട് വിളിപ്പിച്ചു. അതിന് എൻ്റെ അമ്മയും അച്ഛനും വല്യമ്മയും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുട്ടിക്ക് പേര് രണ്ട് ചെവിയിൽ നമ്മൾ വിളിക്കും കേട്ടോ. ഒരു ചെവിയിൽ വെറ്റില വെച്ചടച്ച് വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ വാവയ്ക്ക് ഇട്ട പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനക് നന്ദിനി എന്നാണ് കേട്ടോ. ഇതെൻ്റെ ബ്രദറാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി പേരായതുകൊണ്ട് നമ്മളിട്ടു. ഈ പേരിൻ്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഓഫ് കിങ് ജനക എന്നാണ് കേട്ടോ, ജനകൻ്റെ മകൾ. പിന്നെ ഗോഡസ് സീത എന്നുണ്ട്, സീതാദേവിയുടെ മറ്റൊരു പേരാണ് കേട്ടോ ജനക് നന്ദിനി എന്നുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ആയതുകൊണ്ട് പിന്നെ അധികം എങ്ങനെ നമ്മൾ ആർക്കും അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു പേര് സെലക്ട് ചെയ്തു. അപ്പം അതാണ് അവിടെ പേര് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ജനക് നന്ദിനി എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടോ, വെറൈറ്റി ആയിട്ട് തോന്നിയോ, എന്താ നിങ്ങൾക്ക് ഈ പേര് കേട്ടപ്പോൾ തോന്നിയെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, അന്നത്തെ ദിവസം വാവ കുറച്ച് ഇടച്ചിലായിരുന്നെങ്കിലും ചടങ്ങൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വലിയ ഫംഗ്ഷനൊന്നും ആയിരുന്നില്ല. ഞാനും ഹസ്ബൻഡും പിള്ളേരും എൻ്റെ അച്ഛനും അമ്മയും വല്യമ്മയും ഹസ്ബൻഡ് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.